അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കാണുക എന്നത് ഏറ്റവും വലിയൊരു സന്തോഷമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കാണുന്നതിനേക്കാൾ വലിയൊരു സന്തോഷം വിശ്വാസിക്കില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അത് വിശ്വാസിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട എല്ലാ മേഖലകളിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുണ്ടാകും. നബി തങ്ങളില്ലാത്ത ഒരു കാര്യവും വിശ്വാസിക്കില്ല. അങ്ങനെ തന്നെയാണ് ഖുർആൻ പറഞ്ഞതും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുമായി നന്നായി കണക്റ്റ് വേണമെന്ന് ഖുർആനിൻ്റെ ആജ്ഞാപനമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലൂടെ മാത്രമേ നമ്മുടെ കർമ്മങ്ങൾ അല്ലാഹു സ്വീകരിക്കുകയുള്ളൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വിശ്വസിക്കാത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം എത്ര അമലുകൾ ചെയ്താലും ഒരു അമലിൻ്റെയും ഒരു പ്രതിഫലവും അല്ലാഹു തആല നൽകുന്നതല്ല. ഈമാൻ എന്ന് പറഞ്ഞാൽ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കൊണ്ടുവന്ന എല്ലാ കാര്യവും സത്യമാണെന്ന് വിശ്വസിക്കലാണ് ഈമാനിൻ്റെ ഡെഫിനിഷനായി പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയത്. ഇരിക്കട്ടെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതകാലത്ത് നമുക്കൊന്നും കാണാൻ സാധിച്ചില്ല. വഫാത്തായി എത്രയോ കാലമായതുകൊണ്ട് തന്നെ നമുക്ക് ജീവിതകാലത്ത് അന്നത്തെ കാലത്ത് ജീവിക്കാത്തത് കൊണ്ട് നമുക്ക് കാണാൻ സാധിച്ചില്ല. പക്ഷേ ഇനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്വപ്നം കാണാൻ നമുക്ക് കഴിയുമോ? അല്ലാഹു തആല അങ്ങനെയുള്ള കണ്ണുകളാക്കി നമ്മുടെ കണ്ണിനെ മാറ്റിത്തരുമാറാവട്ടെ. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വപ്നം കാണുക എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്വപ്നം കണ്ടാൽ പിന്നെ അൽഹംദുലില്ലാഹ് അത് ഭാഗ്യമാണ്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ രൂപത്തിൽ ശൈത്താൻ വരൂല. ഇമാം ബുഖാരിയും മുസ്ലിം ഒക്കെ റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ രൂപത്തിൽ ശൈത്താൻ വരൂല. മൻ റആനി ഫിൽ മനാം, ആരെങ്കിലും എൻ്റെ സ്വപ്നത്തിൽ കണ്ടാൽ, നബി തങ്ങൾ പറയാണ്, ആരെങ്കിലും എൻ്റെ സ്വപ്നത്തിൽ കണ്ടാൽ ഫഖദ് റആനി, അവൻ ശരിക്കും എന്നെ കണ്ടതുപോലെ തന്നെയാണ്. അഥവാ ഞാൻ തന്നെയാണ് അവൻ്റെ അടുത്ത് വന്നത്. എന്നെ കണ്ടാൽ ഞാൻ തന്നെയാണത്, അല്ലാതെ എൻ്റെ രൂപത്തിൽ ആര് വരൂല. വേറൊരു ഹദീസിൽ കാണാം, വലാ യതമസ്സലു ശൈത്താനു ബി, ശൈത്താൻ എൻ്റെ രൂപം പ്രാപിക്കുകയില്ല, ശൈത്താൻ എൻ്റെ രൂപത്തിലാകുവാൻ സാധിക്കുകയില്ല എന്നൊക്കെ ഹദീസിൽ കാണാൻ സാധിക്കും. ശൈത്താൻ ഒരിക്കലും തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ രൂപത്തിനെ പ്രാപിക്കുവാൻ സാധിക്കുകയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരാൾ സ്വപ്നം കണ്ടാൽ അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെയാണ്. അപ്പോൾ ശൈത്വാന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ രൂപത്തിൽ വരില്ലേ? വരൂല. വേറൊരാളും വരില്ലേ? പീഡിപ്പിക്കുന്നതായ ഒരാളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ രൂപത്തിൽ വരികയില്ല. നല്ലൊരാൾ പിന്നെ അങ്ങനെ പറയുകയുമില്ലല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ രൂപത്തിൽ ശൈത്താന് രൂപം പ്രാപിക്കാൻ കഴിയൂല. അത് അള്ളാഹു കൊടുത്ത ഒരു ബഹുമാനമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അള്ളാഹു തീരെ തെറ്റുകൾ കൊടുത്തില്ല എന്ന് മാത്രമല്ല, തെറ്റുകൾ നിലനിൽക്കുന്ന, അക്രമം കാണിക്കുന്ന ശൈത്താനെ പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശൈത്താനിക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ രൂപം പോലും പ്രാപിക്കാൻ സാധിക്കുകയില്ല. എന്തുകൊണ്ട്? ഇസ്മത്ത്, നബി തങ്ങളുടെ ഇസ്മത്തിൽ ഏറ്റവും കൂടുതൽ അള്ളാഹു പ്രാധാന്യം നൽകുകയാണ് അവിടെ. ഒരിക്കലും തന്നെ ഒരു ശൈത്താൻ നബി തങ്ങളുടെ രൂപം പ്രാപിക്കാൻ കഴിയുകയില്ല. നേരെ മറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വിശ്വാസമൊന്നും അത്ര ഇല്ലാത്ത ഒരു വ്യക്തി, അല്ലെങ്കിൽ കൂടുതൽ കർമ്മങ്ങളൊന്നും ചെയ്യാത്തൊരു വ്യക്തി, ആ വ്യക്തിയുടെ അടുത്ത് വന്ന് ശൈത്താന് അന റസൂലുള്ള എന്ന് പറയാൻ കഴിയുമോ എന്നുള്ളത് പണ്ഡിതന്മാർക്കിടയിൽ ചർച്ചയുണ്ട്. ഏതായാലും രൂപം പ്രാപിക്കുവാൻ സാധിക്കുകയില്ല. രൂപം പ്രാപിക്കുവാൻ ഒരിക്കലും തന്നെ ശൈത്താന് കഴിയുകയില്ല. ശൈത്താൻ ഒരിക്കലും നബി തങ്ങളുടെ രൂപത്തിലേക്ക് വരാൻ കഴിയുകയില്ല. സ്വപ്നത്തിൽ പോലും വരാൻ കഴിയുകയില്ല. അള്ളാഹു കൊടുത്ത വല്ലാത്ത ഇസ്മത്താണ്. അള്ളാഹു സുബ്ഹാനഹു തആല തങ്ങളുടെ ബർക്കത്ത് കൊണ്ട് ഇരുലോക വിജയം നൽകുമാറാവട്ടെ. നബി തങ്ങളുടെ സ്വപ്നം കാണാൻ ഒരുപാട് വഴികളുണ്ട് അല്ലേ? എന്നാലും ജസ്റ്റ് ഒന്ന് നമുക്കിന്ന് പറയാം. ഖുർആനിലെ ഏറ്റവും ചെറിയ സൂറത്താണ് സൂറത്തുൽ കൗസർ അല്ലേ? ആ സൂറത്ത് 1000 പ്രാവശ്യം ഓതുകയും അതോടൊപ്പം തന്നെ 1000 തവണ സ്വലാത്ത് ചൊല്ലുകയും ചെയ്ത് വെള്ളിയാഴ്ച രാവിലെ കിടന്നുറങ്ങിയാൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഭാഷയിൽ വ്യാഴാഴ്ച രാത്രി കിടന്നുറങ്ങിയാൽ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കാണാൻ സാധിക്കുമെന്ന് ചില പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയതായി കാണാൻ കഴിയും. അല്ലാഹു സുബ്ഹാനഹു തആല
ഹബീബായ തങ്ങളെ കാണുവാനുള്ള കണ്ണാക്കി നമ്മുടെ കണ്ണ് മാറ്റിത്തരുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.